Have a nice day. Bye. Your name? My name is Stephanie. Stephanie. Okay. Yes. Nice to meet you. Nice to meet you. ഇതാണ് നമ്മുടെ റീൽസിലൊക്കെ കാണുന്ന ഒരു സെവൻ സിസ്റ്റർ ഫാൾ. മലയാളി ഒരു ചേട്ടനെ കൂടെ പരിചയപ്പെടാൻ പറ്റിയ അവരുടെ ഫാമിലി. ചേട്ടൻ്റെ പേര് മധു. ഇവിടെ നിന്ന് സ്റ്റിക്ക് നമുക്ക് റെന്റിന് കിട്ടും. 20 രൂപയാണ്. ഹായ് പറയോ? ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് മേഘാലയയിലെ ചിറാപുഞ്ചിലാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോ കൊണ്ടവർക്ക് അറിയാം. ഇന്നലെ നൈറ്റ് ഇവിടെ ലിഫ്റ്റ് അടിച്ച് ഇവിടെ വന്നു. ഇന്നലെ വൈകുന്നേരം തന്നെ ഇവിടെ ലിഫ്റ്റ് അടിച്ച് വന്നു. അപ്പോൾ അതിനുശേഷം ഇവിടെ റൂം സ്റ്റേ എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഹോം സ്റ്റേയുടെ ടോപ്പിലാണ് ഇപ്പോൾ ഞാൻ ടെൻ്റ് അടിച്ചേക്കുന്നത്. കാണിച്ചു തരാം. ഇതാണ് ചിറാപുഞ്ചിയുടെ ഒരു നഗരം. ചിറാപുഞ്ചിയിൽ നിന്ന് ഇങ്ങോട്ട് നമുക്ക് സെവൻ സിസ്റ്റർ വാട്ടർഫോൾസിലേക്ക് പോകുന്ന വഴിയാണിത്. മാസ്മായി കേവൊക്കെ ഇങ്ങോട്ടാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഇവിടെ വന്നപ്പോഴത്തേക്കും ഞാനിവിടെ കയറി ചോദിച്ചു. അപ്പോൾ ഇവിടെ എനിക്ക് ടെൻ്റ് അടിക്കാൻ സ്ഥലം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു. ചെറിയ മഴയൊക്കെ പൊടിയുന്നുണ്ടായിരുന്നു അന്നേരം. അങ്ങനെ ചോദിച്ചിട്ട് അവരതൊന്നും പറഞ്ഞില്ല, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ നൈറ്റ് ആയതുകൊണ്ടാണ് ഇന്നലെ അവരുടെ വീഡിയോസൊന്നും എടുക്കാത്തത്. സോ അതിനുശേഷം ഇവിടെ ടെൻ്റ് അടിക്കാൻ വേണ്ടി പറഞ്ഞു. അതായത് ഇവിടെ കണ്ടില്ലേ, ഇവിടെ ടോപ്പിൽ ഒരു മുറി ഓപ്പണാണ്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഇത് പണിയൊക്കെ കഴിഞ്ഞ് പൂർത്തിയായിട്ട് ഓപ്പൺ ആക്കിയിട്ടില്ല. ഇത് വെറുതെ കിടക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് ഞാനിപ്പോൾ ടെൻ്റ് അടിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് പറഞ്ഞത്. അവർ ഇപ്പോൾ കണ്ടില്ല, ഇന്നലെ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് ടെൻ്റൊക്കെ അടിച്ച് ഇവിടെ കിടക്കുകയായിരുന്നു. കാരണം ലൈറ്റൊന്നും ഇല്ല, ഇതിനകത്ത് ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ചാർജ് ചെയ്യണമെങ്കിൽ ഞാൻ താഴെ പോയി ചാർജ് ചെയ്യുക, അല്ലെങ്കിൽ ഔട്ട് സൈഡ് പുറത്ത് ചാർജിങ് കേബിൾ ഉണ്ടായിരുന്നു. അത് ഞാൻ ഇന്ന് രാവിലെ കണ്ടത്. അങ്ങനെ കണ്ടില്ല, ഇതാണ് ഇത് ചിറാപുഞ്ചിലെ റിനാമി ടൂറിസ്റ്റ് അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഒരു അപ്പാർട്ട്മെൻറ്റാണ്. കൊള്ളാം, നല്ല മനുഷ്യർ. ഫ്രീ ആയിട്ട്, അതായത് ഞാൻ ഗുവാഹട്ടിയിൽ നിന്നും ഇവിടെ വരെ പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫ്രീ ആയി, അതായത് നമുക്ക് നടന്നും ലിഫ്റ്റൊക്കെ അടിച്ചുമാണ് ട്രാവൽ ചെയ്യുന്നതെന്ന് പറഞ്ഞത് കേട്ടപ്പോഴത്തേക്കും, ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർ പിന്നെ ഇവിടെ ടെൻ്റ് അടിച്ചോളാൻ പറഞ്ഞു. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ബാത്റൂമൊക്കെ കാണിച്ചു തന്നു. തുണി നനയ്ക്കാനോ കുളിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബാത്റൂമൊക്കെ കാണിച്ചു തന്നു കേട്ടോ. ഞാൻ താഴേക്കാണെങ്കിൽ കാണിച്ചു തരാം. കേട്ടില്ല, ഇതാണ് ഞാൻ ഇന്നലെ സ്റ്റേ ചെയ്ത അപ്പാർട്ട്മെൻറ്റ്, റിനാമി ടൂറിസ്റ്റ് അപ്പാർട്ട്മെൻറ്റ്. ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. റിനാമി നല്ലൊരു സ്ഥലം കേട്ടോ. നല്ല കാമായിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം. നല്ല തണുപ്പ്, അതിരാവിലെ ചെറിയ തണുപ്പുണ്ടായിരുന്നു. 5 മണിയോടെ തന്നെ നേരം വെളുത്തു. ഒരു 5:30-6 മണിക്കുള്ളിൽ തന്നെ സൂര്യനൊക്കെ ഉദിച്ച് നല്ല അത്യാവശ്യം ഇപ്പം നല്ല വെയിലൊക്കെ ആയി വരുന്നുണ്ട്. പിന്നെ അതിരാവിലെ വെള്ളത്തിന് മാത്രം ചെറിയ തണുപ്പേ ഉള്ളൂ. ഞാനിപ്പോൾ കുളിച്ചിട്ടില്ല. ഇനി എനിക്ക് സെവൻ സിസ്റ്റർ വാട്ടർഫോൾസും പിന്നെ മാസ്മായി കേവൊക്കെ കാണാൻ പോകണം. മാസ്മായി കേവ് ഞാൻ കയറുന്നില്ല, ഇത് രണ്ടും അടുത്തടുത്ത് തന്നെയാണ്. അതിനകത്ത് സെവൻ സിസ്റ്റർ വാട്ടർഫോൾസിൻ്റെ വ്യൂ പോയിൻ്റ് എന്തായാലും കാണണം. ചിറാപുഞ്ചിയിൽ വന്നാൽ കാണാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങൾ എന്തായാലും ഞാൻ പറഞ്ഞുതരാം. ചിറാപുഞ്ചിയിൽ തന്നെ ഒരു 3 ദിവസം കാണാനുള്ള സ്ഥലങ്ങളുണ്ട്. ഒന്ന് ഏറ്റവും അറ്റത്തുള്ള സ്ഥലങ്ങളാണ് ഈ സെവൻ സിസ്റ്റർ വാട്ടർഫോളും പിന്നെ മാസ്മായി കേവും. അത് അടുത്തടുത്താണ്, ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ ഉള്ളൂ. പിന്നെ അതല്ലാതെ പിന്നെ ഡബിൾ ഡക്കർ റോഡ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മരത്തിൻ്റെ വേരുകൾ കൊണ്ട് കണക്ട് ചെയ്തിട്ടുള്ള റോഡ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ട് പോകണം. അത് നോൺ ഗ്രേറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രാമം അതിനോടൊക്കെ അടുത്താണ്. അത് കുറച്ച് ദൂരം നടക്കാനൊക്കെ ഉണ്ട്. ഒരു 3500 സ്റ്റെപ്സൊക്കെ ഇറങ്ങി താഴേക്ക് പോകുന്ന ഒരു സംഭവമാണ്. അതെന്തായാലും അവിടേക്ക് ഞാൻ ഇന്ന് പോകുന്നുണ്ട്. പിന്നെ ഉണ്ട് അർവ കേവ് എന്ന് പറയുന്ന കേവ് ഉണ്ട് പോകുന്ന സമയത്ത്. അതായത് നമ്മൾ ചിറാപുഞ്ചിയിൽ നിന്നും ഷില്ലോങ് റൂട്ടിലാണ് ഇനി നമുക്ക് പോകേണ്ടത്. ഞാൻ മാക്സിമം ഇങ്ങ് അറ്റം വരെ വന്നു കഴിഞ്ഞു. എന്നിട്ട് ഇവിടെ നിന്ന് കാഴ്ച കണ്ട് തിരിച്ച് വീണ്ടും ഷില്ലോങ് റൂട്ടിൽ പോയിട്ട് എനിക്ക് പിന്നെ ഡോക്കി റിവർ സൈഡ് അല്ലെങ്കിൽ മൗലിനോങ് വില്ലേജ്, അതായത് ഏഷ്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള വില്ലേജ്, അവിടെയൊക്കെ കാണാൻ വേണ്ടി ഷില്ലോങ്ങിലേക്ക് പകുതി ദൂരം വീണ്ടും പോയിട്ട് ഒരു 10-30-40 കിലോമീറ്ററോളം പോയിട്ട് വേണം എനിക്ക് തിരിച്ച് വീണ്ടും ഡോക്കി സൈഡിലേക്ക് പോകാനായിട്ട്. ഡോക്കി എന്ന് പറയുമ്പോൾ ബംഗ്ലാദേശ് ബോർഡർ അടുത്തായിട്ട് വരുന്ന മറ്റൊരു റൂട്ടാണ്. അപ്പോൾ കേസ് കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. നല്ല സുന്ദരമായ ഗ്രാമം, വലിയ ആൾക്കാരൊന്നുമില്ല കണ്ടോ. ഗൈസ് ഇങ്ങനെ അത്യാവശ്യത്തിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ എൻ്റെ സെവൻ സിസ്റ്റർ വാട്ടർഫോൾസിൻ്റെ വ്യൂ പോയിൻറ്റ് കാണാൻ വേണ്ടി പോവാണ്. അത്യാവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, റെയിൻ കവർ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ നല്ല വെയിലുണ്ട്, പക്ഷേ എപ്പോൾ ഇവിടുത്തെ സാഹചര്യം വെച്ചിട്ട് എപ്പോൾ മഴ പെയ്യുന്ന ഇവർക്ക് പോലും പറയാൻ പറ്റില്ലെന്ന് പറയണേ. എന്നിട്ട് ഇപ്പോൾ ഇറങ്ങാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും എന്താ ഇവിടെ ലോക്കൊക്കെ ഇട്ട് വെച്ചേക്കുന്നു. ഞാനകത്ത് കോളമ്പിൽ അടിച്ചിട്ടൊന്നും ആരെയും കണ്ടില്ല. ഇനി മിക്കവാറും എന്താ ഇതുവഴി മതിലാടി പോകേണ്ടി വരും. വലിയ ഹൈറ്റുള്ള മതിലൊന്നുമില്ല, മതിലാടി പോവാം. നോത്തിങ് മിയാങ് സോറ അത് പറഞ്ഞാൽ ഇവിടുത്തെ സ്ഥലങ്ങളുടെ പേരൊക്കെ വായിക്കാൻ തന്നെ ഭയങ്കര ടാസ്ക്കാണ് ഗൈസ്. എമ്മും വൈയും എന്നും ജിയൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഓരോ വാക്കുകൾ. സത്യം പറഞ്ഞാൽ ഞാൻ താമസിക്കുന്ന ആ ഒരു ടൂറിസ്റ്റ് ഹോമൊക്കെ ഇരിക്കുന്ന ആ ഒരു ജംഗ്ഷൻ്റെ പേരെന്ന് പറയുന്നത് സൊഹ്റ എന്നാണ്. ചിറാപുഞ്ചിങ്ങനെ മുഴുവനായിട്ട് അറിയപ്പെടുന്ന പേര്. അതിൽ തന്നെ സൊഹ്റയാണ് ഈ ലാസ്റ്റത്തെ ആ ഒരു മെയിൻ ജംഗ്ഷൻ. ഗൈസ് അപ്പോൾ കുറേ നേരം ലിഫ്റ്റ് കിട്ടാൻ എന്നിട്ട് എനിക്കിതാ ഈ കൊച്ച് ലിഫ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. കാറിൽ. യുവർ നെയിം? My name is Stephanie. Stephanie. Yes. Okay. Where are you going? I'm going to work. Okay. Your home? Where? Sorry? Where's your home? My place is just nearby, just 10 minutes from here. Okay, you're working? Yeah, I'm working as a GRE in Pulo Orchid. Okay, fine. Good.
Thank you for giving me a lift. No problem, no problem. Yeah. My pleasure. So you had your breakfast? No. Don't eat any breakfast. Yeah. So they are shops there in the parking space. Okay. I mean, parking Yeah, I will area. first. I will see You in can have your the. breakfast there. Okay, fine. Thank you. Now and today I am going to see the double decker road bridges Oh, okay. and the Nongret village. Nongriat. Yeah. It's nice. Yeah, it's nice now. Okay. Have a nice day. Have a nice day. Bye. Your name? My name is Stephanie. Stephanie. Okay. Yes. Nice to meet you. Nice to meet you. Nice to meet you. Okay. ഇങ്ങനെ സ്റ്റെഫിനി എന്നതാ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ ബൈ. താങ്ക് യു. ദിസ് ഇസ് മൈ യൂട്യൂബ് ചാനൽ. Okay. എക്സോട്ടിക് ബീസ്റ്റ്. Exotic beast. Okay. ഓക്കെ ഫൈൻ. താങ്ക് യു. Bye bye. Good luck. Yeah. അങ്ങനെ സ്റ്റെഫിനി എന്ന് പറയുന്ന കൊച്ച് എന്നതാ സെവൻ സിസ്റ്റർ വാട്ടർഫോൾസിൻ്റെ വ്യൂ പോയിന്റിലേക്ക് ലിഫ്റ്റ് തന്നിട്ടുണ്ട് ഗൈസ്. ഒരു കാര്യം ഞാൻ പറയാൻ പറ്റുമോ ഗൈസ്, ഇവിടെ നമ്മൾ ഇപ്പോൾ ഏപ്രിലിൻ്റെ പകുതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ സമ്മർ ടൈമാണല്ലോ, മഴ എത്തിയിട്ടുമില്ല. സോ നമ്മൾ ഏത് ഒരു വെള്ളച്ചാട്ടത്തിൽ പോയാലും ഒറ്റ വെള്ളം കാണില്ല അവിടെ. അത് ഞാൻ നേരത്തെ പറയാം. ഒരുപാട് വെള്ളം പ്രതീക്ഷിച്ച് നമ്മൾ ഏപ്രിലൊന്നും ഇങ്ങോട്ടേക്ക് കയറി വരരുത്. ജൂൺ മാസം കഴിഞ്ഞിട്ടേ ഇങ്ങോട്ടേക്ക് വരാവും. കാരണം ജൂൺ മാസം മെയ് ജൂൺ ജൂലൈ ഒക്കെ ഭയങ്കര മഴയായിരിക്കും. അപ്പോൾ ജൂൺ ജൂലൈ കഴിഞ്ഞിട്ടുള്ള സമയങ്ങൾ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള വാട്ടർഫോൾസും കാണാം. നല്ല അത്യാവശ്യം മഴയൊക്കെ ഉള്ള സമയമാണ്. ഇതാണ് നമ്മുടെ സെവൻ സിസ്റ്റർ ഫാൾസിൻ്റെ വ്യൂ പോയിൻറ്റ്. ഇതാണ് ആ ഒരു സ്ഥലം. നമ്മളെ സെയിം റോഡ് തന്നെ, ഞാൻ വന്നേക്കുന്ന ആ സെയിം വഴി തന്നെയാണിത്. സത്യം പറഞ്ഞാൽ ഈ ഒരു വാട്ടർഫോൾസ് അറിയപ്പെടുന്നത് സെവൻ സിസ്റ്റർ ഫോൾസ് എന്നാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒറിജിനൽ പേരെന്ന് പറയുന്നത് ഇതല്ല. നോസെങ്കിത്തിയാങ് ഫോൾസ് എന്നാണ് ഈ ഒരു ഫോൾസിൻ്റെ ശരിക്കുള്ള പേര്. അപ്പോൾ അങ്ങനെ വായിക്കൊള്ളാത്ത കുറേ പേരുകളൊക്കെ ഉണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ഇതാ ഇവിടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. നല്ല ബ്രത്ത് ടേക്കിംഗ് ആയിട്ടുള്ള വ്യൂസ് തന്നെ ആയിരിക്കും നമ്മുടെ മഴക്കാലത്ത് നമ്മളിങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ. ഇതാണ് നമ്മുടെ റീൽസിലൊക്കെ കാണുന്ന ആ ഒരു സെവൻ സിസ്റ്റർ ഫാൾസ്. ഇങ്ങനെ വരിയായിട്ട് അങ്ങറ്റം വരെ നമുക്ക് ഫാൾസ് കാണാം. ഇപ്പോഴും വെള്ളമുണ്ട്, പക്ഷേ വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവാണ് കേട്ടോ. കണ്ടില്ലേ, മഴയത്ത് ഇങ്ങനെ കുത്തി ഒലിച്ച് വരുന്ന കാണാം. പക്ഷേ ഏറ്റവും വലിയ കൗതുകം അതൊന്നുമല്ല. ഈ മഴവെള്ളപ്പാച്ചിൽ പോകുന്നത് നേരെ കണ്ടില്ലേ, അവിടെ കണ്ടില്ലേ, അവിടെ ചെറിയൊരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലൂടെയൊക്കെയാണ് ഈ ഒരു മഴവെള്ളം മഴക്കാലത്തൊക്കെ പോകുന്നത്. അവിടെയുള്ളവരുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ആ ഒരു മഴക്കാലത്ത് മേഘാലയയിലെ എല്ലാ സ്ഥലത്തും ടൂറിസ്റ്റ് പ്ലേസസിലൊക്കെ ഇതുപോലെ കുട്ട വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ വെച്ചിട്ടുണ്ടാവും. എല്ലാം നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങളാണ്. നമ്മൾ എലിഫൻറ്റ് ഫോൾസിൽ പോയപ്പോൾ അവിടെ കണ്ടതാണ്. പിന്നെ മൗലിനോങ് വില്ലേജിലും ഒക്കെ ഇവിടെ വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഗൈസ്, നമ്മളിങ്ങനെ വാട്ടർഫോൾസ്, നമ്മുടെ സെവൻ സിസ്റ്റർ വാട്ടർഫോൾസ് നിന്നപ്പോഴത്തേക്ക് നമുക്ക് മലയാളി ഒരു ചേട്ടനെ കൂടെ പരിചയപ്പെടാൻ പറ്റി. അവരുടെ ഫാമിലി. ചേട്ടൻ്റെ പേര് മധു ചേട്ടനാണെങ്കിൽ തിരുവനന്തപുരംകാരനാണ്. പിന്നെ ഫാമിലിയൊക്കെ തമിഴ്നാടല്ലേ? ബാംഗ്ലൂർ സെറ്റിൽഡ് ആയിട്ടുള്ള മലയാളീസാണ്. ഓക്കെ. ഓ, പൂനെയിൽ വർക്ക് ചെയ്യണ ചേട്ടനാണ്. അപ്പോൾ പൂനെ നിന്നാണ് ഇപ്പോൾ വരുന്നത്? ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്നാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവർ തമിഴ് പറയുന്ന കേട്ടിട്ടാണ്, ചേച്ചി തമിഴ് പറയുന്ന കേട്ടിട്ടാണ് ഞാനിങ്ങനെ ചോദിച്ചത്. അപ്പോഴത്തേക്ക് പിന്നെ മനസ്സിലായോ? നല്ല സന്തോഷം ചേട്ടാ. ഇതുവരെ വല്ലപ്പോഴും ഇതുവരെ മേഘാലയ വരുമ്പോഴത്തേക്ക് ആൾക്കാരെ കാണാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു ഗൈസ്. അങ്ങനെ ഇവിടെ എൻട്രൻസോ അങ്ങനെ ടിക്കറ്റ് കൗണ്ടറോ ഫീസോ അങ്ങനെ ഒന്നുമില്ല. മെയിൻ റോഡ് തന്നെയാണ്. അവിടെ തന്നെ വന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം, വീഡിയോസൊക്കെ എടുക്കാം. നമുക്കൊന്ന് കാഴ്ചയ്ക്ക് കുളിർമ നൽകുന്ന ഒരു വാട്ടർഫോൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരുപാട് ഫാൾസ് ഇങ്ങനെ ഇങ്ങറ്റം മുതൽ ഇവിടം മുതൽ അങ്ങറ്റം വരെ നമുക്ക് മഴക്കാലത്ത് ഫാൾസ് ഇങ്ങനെ കാണാം. ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ല, അതിൻ്റെ മേലേക്കൊക്കെ അപ്പാർട്ട്മെൻറ്റ്സും ഹോം സ്റ്റേയും അങ്ങനെയുള്ള വീടുകളൊക്കെ ഉണ്ട് താഴെയും. അപ്പോൾ നിങ്ങളത് മൈൻഡിൽ വെച്ചേക്കുക. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ സൊക്ര എന്ന് പറയുന്ന ഈ ഒരു പട്ടണത്തിൽ നിന്നൊരു 3 കിലോമീറ്റർ ഡയറക്റ്റ് ഒറ്റ റോഡ് താഴേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് വാട്ടർഫോൾസ് കാണാൻ പറ്റും. ഓക്കെ, ഇനി എനിക്ക് നോൺഗ്രേറ്റ് വില്ലേജും ഡബിൾ ഡക്കർ റൂട്ട് ബ്രിഡ്ജൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകാനുള്ളതാണ്. റൂമിൽ പോയിട്ടൊന്നും ഫ്രഷ് ആയിട്ട് വേണം പോകാൻ. പിന്നെ ഈ ഒരു സ്ഥലത്ത് ആകെപ്പാടെ ഫീസ് ഉള്ളത് പാർക്കിംഗ് ഫീസാണ് കേട്ടോ. വെഹിക്കിൾസിന് ഹെവി ആണെങ്കിൽ 50, ലൈറ്റ് വെഹിക്കിൾസ് 30, ടു വീലേഴ്സിന് വന്നിട്ട് 10 രൂപ. കണ്ടില്ലേ, ഇത്രയാണ് ഇവിടുത്തെ പാർക്കിംഗ് ഫീസ്. ഫ്രീ ബൈബിളൊക്കെ വെച്ചിട്ടുണ്ട്. ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനങ്ങളൊന്നും ആർക്കും വേണ്ട. പിന്നെ ഇവിടുത്തെ തനതായ ശൈലിയിലുള്ള ബാഗുകളും കുട്ടകളും. ഇവിടെ ഇടയ്ക്കൊരു നടപ്പാത പോലൊരു സ്ഥലം കിട്ടി. ഇതുവഴി നോക്കിയാൽ നമുക്ക് സെവൻ സിസ്റ്റർ ഫോൾസിൻ്റെ വ്യൂസ് കിട്ടും.
ക്യാമറയിൽ എത്രത്തോളം ഫീൽ ചെയ്യണമെന്ന് അറിയില്ല, പക്ഷെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ വളരെ അടുത്തായിട്ട് തോന്നുന്നുണ്ട്. മറ്റേനേക്കാളും നല്ല അടുത്താണിത്. നമ്മൾ നേരത്തെ കുറേ അപ്പുറത്ത് താഴെ നിന്നാണ് നോക്കിയത്. ഇത് വളരെ അടുത്താണ്. വ്യൂ നല്ല അടിപൊളി വ്യൂ കിട്ടും ഇവിടെ നിന്ന്. ഗൈസ് അവിടെ നിന്ന് തിരിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഞാൻ ഒന്നുകൊണ്ട് തമിഴ് വാക്കുകൾ കേട്ടു. കാരണം ഇവർ തമിഴ്നാട്ടിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ ഇവർ തിരിക്കുന്ന ആ ഒരു സമയത്തായിരുന്നു. അപ്പോൾ ഇവരുടെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് ലിഫ്റ്റ് തരാമെന്ന് പറഞ്ഞു. കുറച്ചപ്പുറത്ത് തന്നെ അപ്പുറം വരാണ്. ഇവരും തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണ്. പേര് വസീം. ഓക്കെ. ഇവരെന്താ നോൺ ഗ്രേറ്റ് വില്ലേജിലൊക്കെ ഇന്ന് പോകുന്നത്. കണ്ടില്ല, ഇതുപോലുള്ള യാത്രയിൽ ഇപ്പോൾ കുറച്ച് മുമ്പ് മലയാളീസിനെ പരിചയപ്പെട്ടു. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. ഭയ്യ आपका नाम? रोहित. അപ്പോൾ ഞാൻ പേ ഓക്കെ, താങ്ക് യു. ഭയ്യാണ് എനിക്ക് വണ്ടി നിർത്തി തന്ന കേട്ടോ. ഗൈസ് അവരെനിക്ക് ലിഫ്റ്റ് തന്നതാണ്. ഞാൻ കറക്റ്റ് സ്ഥലത്തത്. ഞാനിതാ ഈ ഒരു സംഭവം കണ്ടപ്പോഴാണ് ഓർത്തത്. ഞാൻ കുറച്ച് ദൂരം കൂടുതലായിട്ട് വന്നുപോയി. എനിക്കിതാ തിരിച്ച് നടക്കുകയാണ്. അവിടെയാണ് നമ്മുടെ ഹോം സ്റ്റേയുടെ സ്ഥലം. ഞാനിത് അവരുടെ സംസാരിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് സ്ഥലം മറന്നുപോയി. അവസാനം നേരത്തെ നമ്മൾ മലയാളീസിനെ പരിചയപ്പെട്ടില്ലേ, അപ്പോൾ അവരുടെ സംസാരിച്ച് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ അവർ 5 ദിവസത്തേക്കാണ് മേഘാലയ ട്രാവൽ. 5 ദിവസത്തേക്ക് ടോട്ടൽ ബഡ്ജറ്റ് 60,000 രൂപയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, മേഘാലയ അത്യാവശ്യം എക്സ്പെൻസീവാണ്. പിന്നെ ക്യാബുകളും ഈ പറഞ്ഞ പോലെ നമുക്ക് കാറൊക്കെ ബുക്ക് ചെയ്ത് പോകുന്നതും റെൻറ്റിനടുത്തൊക്കെ പോകുന്നതൊക്കെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്. ഇവിടുത്തെ ഹോം സ്റ്റേ ആയിക്കോട്ടെ, പിന്നെ ഫുഡ് വലിയ കുഴപ്പമില്ല എന്ന് പറയാം. ഹോം സ്റ്റേ ഒക്കെ അത്യാവശ്യം എക്സ്പെൻസീവാണ്. ഗൈസ് അങ്ങനെ ഫ്രഷായിട്ട് ആ റൂമിൽ നിന്ന് വീണ്ടും ഇറങ്ങി. ഇപ്പോൾ സമയം 9:20 ആയിട്ടുണ്ട്. ഇനി നേരെ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. റെയിൻ കവറൊക്കെ എടുത്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ മഴ പെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നല്ല വെയിലുണ്ട്, നല്ല ക്ലൈമറ്റാണ്. ബാഗൊക്കെ റൂമിൽ തന്നെ അവിടെ ഞാൻ കിടന്നിടത്ത് തന്നെ വെച്ചിട്ടുണ്ട്. തിരിച്ച് വന്നിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇല്ലയെന്നാണ് പറഞ്ഞത്. കുഴപ്പമില്ല, ഇന്ന് എത്രയും പെട്ടെന്ന് പോയിട്ട് തിരിച്ച് വന്നിട്ട് മറ്റൊരു സ്റ്റേ നോക്കാം. നേരെ ഇനി നോൺ ഗ്രാറ്റ് വില്ലേജ്, ഇവിടെ നിന്ന് ഒരു 12 കിലോമീറ്റർ ഉണ്ട് അവിടത്തേക്കുള്ള എൻട്രൻസ് വരെ പോകാനായിട്ട്. പിന്നെ നമുക്ക് നടക്കണം. ഗൈസ് ഇവിടെ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. ചെറിയൊരു ഷോപ്പ് കേട്ടോ. പൂരിയും സബ്ജിയും, 2 പൂരിയും സബ്ജിയും കൂടെ 60 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് വേണം നടക്കാനുള്ളതല്ലേ ഒരുപാട്. ഞാൻ സാധാരണ ചായ കുടിക്കാറില്ല ഗൈസ്, പക്ഷേ മേഘാലയയിൽ വന്നിട്ട് അത് ഫസ്റ്റത്തെ ചായ കുടിയാണ് കേട്ടോ. ആദ്യത്തെ ചായ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. സോറി, ആദ്യത്തെ ചായ അല്ലേ, ഇന്നലെ രാജുബായുടെ അമ്മ നമുക്കൊണ്ട് വന്നപ്പോഴത്തേക്ക് ഒരു ചായ ഉണ്ടാക്കി തന്നു. അതേ സെയിം ടേസ്റ്റ് തന്നെയാണ്, നോർമൽ ചായ, നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെ. ഈ ഒരു കണ്ണാടി പറ്റിക്കാതിരിക്കുന്ന ഫുള്ള് മധുരമാണ്. രസഗുളയും അതുപോലെ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം, ലഡുവും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എല്ലാം മധുരം പലഹാരങ്ങളാണ്. പൂരിക്ക് 60 രൂപയും ചായക്ക് 10 രൂപ, അങ്ങനെ 70 രൂപയും. അപ്പോൾ ഗൈസ് ഇപ്പോൾ നോൺ ഗ്രേറ്റ് വില്ലേജിലേക്കുള്ള യാത്രയിലാണ്. ഞാനൊരു ഗ്രൂപ്പ് ഓഫ് മലയാളീസിനെ കണ്ടു, പറഞ്ഞ വഴിക്ക് കണ്ടതാ. അപ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് ആളെ മനസ്സിലായി. അപ്പോൾ ഇത് മാപ്പ് ഓഫ് കാട്ടാള എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് അല്ലേ, സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിൻ്റെ അവരുടെ ഗ്രൂപ്പ് ടൂറാണ്. ബ്രോയെ ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസ്, അങ്ങനെ എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇവരാണ് എനിക്ക് ലിഫ്റ്റ് തന്നത്. ഇവർ അങ്ങോട്ടേക്കാണ്, നോൺ ഗ്രേറ്റ് വില്ലേജിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 12 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ വരെ എന്തായാലും മലയാളീസിനെ കിട്ടി. മേഘാലയയിൽ വന്നിട്ട് ഇപ്പോൾ ഞാൻ 2ാമത് പരിചയപ്പെടുന്ന മലയാളികളാണ്. എല്ലാവരും ഹായ് പറയോ? ഇവിടെ നമുക്ക് ഒരുപാട് പേരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. കേരളത്തിലെ അങ്ങുള്ള എല്ലാവരും ഒന്ന് പേര് പറയോ? സിജോ, ഷാനു, സ്ഥലം മഞ്ചേരി, അജി, മലപ്പുറം. എവിടെയാണ്? മലപ്പുറം. ഷിബിൽ, മലപ്പുറം. എല്ലാവരും മലപ്പുറത്ത് നിന്നാ? ഞങ്ങളുടെ പ്രിയപ്പെട്ട പപ്പ മമ്മി. രാജേന്ദ്രൻ, നെടുമങ്ങാട്. ഓക്കെ ഓക്കെ ഓക്കെ. ചേച്ചി? കൊച്ചി, രജനി. ഓക്കെ ഓക്കെ ഓക്കെ. അരവിന്ദ്, കോട്ടയം. ഓക്കെ ഓക്കെ. വളരെ സന്തോഷം കേട്ടോ, ഒത്തിരി ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. എല്ലാവരും ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ആൾക്കാരാണ്. ഇപ്പൊ എത്ര ദിവസമായി ക്യാമ്പ് തുടങ്ങിയിട്ട്? എത്ര ദിവസമായി തുടങ്ങിയിട്ട്? ഇപ്പൊ സെക്കൻഡ് ഡേ. അപ്പൊ എവിടെ നിങ്ങൾ കയറിയപ്പോ? പാലക്കാട് ഇവിടെ വരെ വിവേകിലല്ലേ? പരിചയപ്പെട്ടു, വളരെ സന്തോഷം. പക്ഷെ ഇവർ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഈ യാത്ര പോകുന്നത് അത് ഭയങ്കരമായിട്ട്, അതായത് 6000 രൂപയ്ക്ക് നേപ്പാൾ കവർ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ കാശ്മീർ 8000 രൂപയ്ക്ക് നേപ്പാൾ കവർ ചെയ്തു എന്ന് പറയുന്നത് ഭയങ്കര അതിശയാണ്. ഞങ്ങളത് കാരണം ഞങ്ങള് ഇറങ്ങി എത്തുമ്പോൾ തന്നെ 6000 കഴിയും. അത് ഈ 8000 രൂപയ്ക്ക് നേപ്പാൾ കവർ ചെയ്തു എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര ഇതായിരുന്നു. കൺഗ്രാറ്റ്സ്. താങ്ക് യു. മലപ്പുറം എവിടെ? കൊല്ലം. ഓക്കെ. സംഗീത, പാലക്കാട്. ഓക്കെ. എല്ലാരും ക്ഷീണിച്ചിരിക്കുകയാണ്. എന്തൊരു എനർജി ഇല്ലാത്ത പോലെ. എനർജി ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ? മേബിൾ. സ്ഥലം കോട്ടയം.
വയ്യായിരിക്കാണ്. അനിയത്തി റൂബിൾ. ആ കുഴപ്പമില്ല കിടന്നു. രജത് ഇപ്പൊ താമസം കളമശ്ശേരിയില്. പേരെന്താണ്? രജത്. ഓക്കെ പേര്? ശ്രീപ്രിയ കൊച്ചി. കൊച്ചി. കൃഷ്ണരാജ് കൊടുങ്ങല്ലൂര്. മീനു കൊടുങ്ങല്ലൂർ. റെഡി ആയപ്പോ ഓക്കെ ആയോ ഓളൊക്കെ വെച്ചിട്ട്? അതാദ്യമായിട്ട് കാണുന്നു, അപ്പോഴും ശ്രദ്ധിക്കുന്നു. എനിക്ക് എപ്പോഴും തോന്നി മലയാളി സഹിക്കുന്നു. മലപ്പുറം. കൂടുതൽ ആൾക്കാർ മലപ്പുറത്ത് തന്നെയാണോ? ഓൾമോസ്റ്റ് അല്ല അല്ലേ? ഇത് അഞ്ചത് മലപ്പുറം. കുഴപ്പമില്ല, എല്ലാവരും അപ്പൊ കൂടുതൽ ആൾക്കാരും മലപ്പുറത്ത് നിന്നാണ് ഗൈസ്. എന്നാലും കണ്ടതിലും പരിചയപ്പെട്ടതിലൊക്കെ വളരെ സന്തോഷം കേട്ടോ. ചാനലിൽ വരാം, പറഞ്ഞുതരാം ഗൈസ്. അങ്ങനെ നോൺ ഗ്രേറ്റ് വില്ലേജിലേക്ക് പോകാനുള്ള വഴിയാണിത്. ഈ സ്ഥലത്തിന്റെ പേര് ടിർണ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് നിന്നാണ് എൻട്രൻസ്. നമുക്ക് നോൺ ഗ്രേറ്റ് വില്ലേജിലേക്ക് പോകുന്ന എൻട്രൻസ് ടിർണ കേട്ടോ. ടയർണ പലരും പല രീതിയിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നും നമുക്കിനി നടന്നു വേണം നോൺ ഗ്രേറ്റ് ഡബിൾ ഡക്കർ റോഡ് ബ്രിഡ്ജ് അവിടേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അതുവഴി നേരെ നടന്ന് നമുക്ക് റെയിൻബോ ഫാൾസ് വരെ പോകാം. പിന്നെ ഇടയ്ക്ക് ബ്ലൂ ലഗോൺ എന്ന് പറയുന്ന ഒരു വാട്ടർഫോൾ ഉണ്ട്. അപ്പോൾ ഇവിടേക്കൊക്കെ പോകാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ നേരെ ബ്ലൂ ലഗോൺ കാണണം, പിന്നെ നോൺ ഗ്രേറ്റ് വില്ലേജ് കാണണം, പിന്നെ ഡബിൾ ഡക്കർ റോഡ് ബ്രിഡ്ജ് കാണണം. അല്ലാതെ റെയിൻബോ ഫാൾസിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. ഇപ്പോൾ ഇവിടെ നേരെ നടക്കണം. അപ്പോൾ മാപ്പ് ഓഫ് കാട്ടാളൻ്റെ ഗ്രൂപ്പുമായിട്ടാണ് ഞാൻ അവരുടെ ഒപ്പമാണ് ഇപ്പോൾ ലിഫ്റ്റ് അടിച്ച് വന്നത് കേട്ടോ. അവരെ പരിചയപ്പെടാൻ പറ്റി. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, ഒരുപാട് സ്ട്രേഞ്ചേഴ്സിന് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇവരെല്ലാം എൻ്റെ കൂടെ വന്നതാണ്. ഹായ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റിക്ക് നമുക്ക് റെൻറ്റിന് കിട്ടും. 20 രൂപയാണ്. ഇനി സ്റ്റിക്ക് നമുക്ക് കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ 50 രൂപയ്ക്ക് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ക്ലാസ് എടുക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അടുത്തുള്ള ഞങ്ങളായിട്ട് ബന്ധപ്പെടണം കേട്ടോ. തീർച്ചയായിട്ടും ആര് ഗേൾസ് ആയാലും ബോയ്സ് ആയാലും ഓക്കെ. പിന്നെ അതേപോലെ തന്നെ എല്ലാം ടൈം മാനേജ്മെന്റ് ആണ്. കാരണം ടൈം മാനേജ്മെന്റ് ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ചെത്തല് പോസിബിൾ അല്ല. ഇവിടെ എൻട്രൻസിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇവിടെ ഒരു ചെറിയൊരു കോഫി ഷോപ്പും ചെറിയൊരു റെസ്റ്റോറൻറ്റ് പോലെയുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള ആഹാരമൊക്കെ ഇവിടെ നിന്ന് കഴിക്കാം. ഇൻ കേസ് കഴിക്കാതാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം നടക്കാൻ, ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങാനായിട്ട്. കാരണം അത്യാവശ്യം നല്ല സമയം എടുക്കുന്ന ഒരു പരിപാടിയാണ്. പിന്നെ നമുക്ക് നല്ല എനർജിയും വേണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വേണം ഇറങ്ങാൻ. അപ്പോൾ ഞാനെന്തായാലും രാവിലെ കഴിച്ചിട്ടാണ് വന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ കുഴപ്പമില്ല. കണ്ടില്ലേ, ഇതുപോലെ ചെറിയൊരു സംഭവമൊക്കെ ഉണ്ട്. ഇവരുടെ ചെറിയൊരു ഷോപ്പാണ് കേട്ടോ. ഗൈസ്, ഇതാണ് കേട്ടോ മാപ്പ് ഓഫ് കാട്ടാളൻ്റെ പ്രൊപ്പറേറ്റർ. ആളുടെ പേര് അൻഷിദ് കേട്ടോ. ഞാൻ നേരിട്ടല്ലാതെ കണ്ടിട്ടുണ്ട്, ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, വളരെ സന്തോഷം നേരിട്ട് കാണാനും പരിചയപ്പെടാനും പറ്റും. ഇങ്ങനൊരു യാത്രയിൽ അപ്രതീക്ഷിതമായിട്ട് കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ എന്തായാലും നിങ്ങളെ പോകുന്ന റോഡിൽ പകുതി ദൂരം വരെ ഉണ്ട്. ലിവിങ് ഡബിൾ ഡക്കർ വരെ ഞാൻ എന്തായാലും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ റെയിൻബോ ഇല്ല, അങ്ങോട്ടേക്കില്ല. ഇവിടെ എൻട്രൻസ് വൈകുന്നേരം 5 മണി വരെ ഉണ്ടാവുള്ളൂ കേട്ടോ. 5 മണിക്ക് ശേഷം ആരെയും ഉള്ളിലേക്ക് പ്രവേശനമൊന്നും ഇല്ലാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഞായറാഴ്ച ദിവസം വരാനും പാടില്ല. ഞായറാഴ്ച ദിവസം ഇവിടെ അടുത്ത് ഇവിടെ ഒന്നുമില്ല. അപ്പോൾ നമുക്കെന്തായാലും ഉള്ളിലേക്ക് പോവാം.